എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. നമ്മുടെ കർത്താവ് ലോകത്തിലായിരിക്കുമ്പോൾ പ്രധാനമായി ശിഷ്യന്മാർക്ക് കൊടുത്ത 2 കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നാം പഠിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാരമാണ്. രണ്ടാമത്തത് ശക്തിയാണ്. ശക്തിയേക്കാൾ അധികാരത്തിനാണ് പ്രാധാന്യവും. കൂടുതൽ വില കൊടുക്കേണ്ടതും അധികാരത്തിനാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രത്തിന് അധികാരികളുണ്ട്, അപ്പോൾ തന്നെ സൈനിക ശക്തിയുണ്ട്. എന്നാൽ സൈനിക ശക്തി ചലിക്കണമെങ്കിൽ അധികാരികൾ അധികാരം കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അധികാരത്തെ കുറിച്ച് പറഞ്ഞത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുകയും. അപ്പോൾ ഈ ലോകത്തിലെ ഒരു രാജ്യത്തിലെ അധികാരിക്ക് മറ്റൊരു രാജ്യത്ത് അധികാരം നടത്താൻ കഴിയില്ല. എന്നാൽ ക്രിസ്തുവിന്റെ അനുയായികളായ അവന്റെ ഭക്തന്മാർ, അവന്റെ ദാസന്മാർക്ക് ഏത് രാജ്യത്തും അധികാരത്തോടെ രോഗികളെ സൗഖ്യമാക്കാം, അധികാരത്തോടെ ഭൂതങ്ങളെ ശാസിക്കാം, അധികാരത്തോടെ സുവിശേഷം പ്രസംഗിക്കാം. കാരണം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ശക്തിയും കർത്താവ് ശിഷ്യന്മാർ കൊടുത്തു. എന്തിനാണ് ശക്തി കൊടുത്തിരിക്കുന്നത്? ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിലനിൽക്കാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ തരണം ചെയ്തു പോകാൻ ശക്തി ആവശ്യമാണ്. ഉദാഹരണം, അപ്പോസ്തലപ്രവൃത്തിയിൽ സഭ പീഡയിലൂടെ കടന്നു പോകുന്നു. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങിയെന്ന് എഴുതിയിരിക്കുന്നു. എല്ലാവരും ധൈര്യപ്പെട്ടു, ധൈര്യത്തോടെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ധൈര്യം എവിടെ നിന്നുണ്ടായി? ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തി ആ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് സുവിശേഷം പ്രസംഗിക്കുവാൻ അവർക്ക് പ്രാപ്തി നൽകി. ഇതാണ് ശക്തി. ഏത് പ്രതികൂലങ്ങളിലും പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ദൈവത്താൽ എനിക്ക് സകലവും കഴിയും. അപ്പോൾ നമുക്ക് ദൈവാത്മാവിന്റെ ശക്തിയാൽ ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അധികാരം അതിനേക്കാൾ വലുതാണ്. ഉദാഹരണം, തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ പച്ചക്കറി സാധനങ്ങൾ കേരളത്തിലേക്ക് വരുന്നത്. 20 ടൺ ഭാരമുള്ള ഒരു ട്രക്ക് അല്ലെങ്കിൽ സാധനം കയറ്റി വരുന്ന ഒരു ട്രക്ക് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റിൽ വരുമ്പോൾ ഒരു പോലീസ് അവിടെ നിന്നുണ്ട്, ചെക്ക് പോസ്റ്റും ഉണ്ട്. ഈ 20 ടൺ ഭാരം കയറി വരുന്ന ട്രക്കിനെ ഈ ചെക്ക് പോസ്റ്റും ഇടിച്ച് പോലീസുകാരനെയും ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്. പക്ഷേ അധികാരം ആ പോലീസിന് ഇല്ല. അയാൾ സിഗ്നൽ കാണിക്കുമ്പോൾ അവിടെ നിൽക്കും. ഇതാണ് അധികാരത്തിന്റെ പ്രത്യേകത. ആകയാൽ ദൈവം തന്റെ ശിഷ്യന്മാർ കൊടുത്ത അധികാരം എന്തെന്ന് ചോദിച്ചാൽ, ഏത് രാജ്യത്തും എവിടെയും നമുക്ക് ഈ അധികാരത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയും എന്ന് നമ്മൾ മറക്കരുത്. മറ്റൊരു കാര്യം, ഈ ആത്മാവിന്റെ ശക്തിയും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടുമാണ് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്നത്, അധികാരവും ശക്തിയും. എന്തിനാണ് ശക്തി നമ്മുടെ മേൽ പകർന്നത്? പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം.
നമുക്ക് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, ഭാരങ്ങളിലൊക്കെ നമുക്ക് നിലനിൽക്കുവാൻ ദൈവാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ആകയാൽ നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം, അതിന്റെ വില നാം അറിയണം. നമുക്ക് നൽകിയിരിക്കുന്ന ശക്തി, അതിന്റെ വലിപ്പം നാം അറിയണം. അതിനായി നമുക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിനും ശക്തിക്കുമായി സ്തോത്രം. കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. സ്തോത്രം. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.